അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സമർപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ധ്യാനവചസ്, ദേവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടികളും ഞാനും, ദൈവസന്നിധി തുടങ്ങിയ 5ഓളം സെഗ്മെന്റുകൾ കോർത്തിണക്കി ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായിരുന്നു എന്ന് കരുതുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്സിലൂടെ നമുക്ക് ഏവർക്കും ഹൃദയ സമർപ്പണത്തോടുകൂടി ഇന്നത്തെ വചനം ശ്രവിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് വചനം ധ്യാനിക്കാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള ഭാഗങ്ങളാണ്. നമ്മളൊക്കെ ജീവിതത്തിലെ വിവിധങ്ങളായ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ക്രിസ്തീയ ചിന്തയിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെയും ഈസ്റ്റർ എന്ന് പറയുന്നത് ജീവൻ്റെയും ആഘോഷമാണ്. ഈ വെളിച്ചത്തിൻ്റെയും ജീവൻ്റെയും ആഘോഷത്തിൻ്റെ വലിയ ആഴങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതം വാസ്തവത്തിൽ ഏത് വിധത്തിലുള്ള ആഘോഷത്തിലാണ് ഏർപ്പെടേണ്ടുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുന്ന ഒരു പാഠഭാഗമാണ് ഇത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഉത്സവങ്ങൾ ആചരിക്കുന്ന, ആഘോഷങ്ങൾ കൊണ്ടാടുന്നവരായി ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഈ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞ വിശ്വാസ വീരന്മാരെല്ലാവരും അപ്രകാരം വിശ്വാസത്തെ, ജീവിതത്തെ ആഘോഷമാക്കിയവരാണ്. അബ്രഹാമിനെ നമ്മൾ വായിക്കുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാണ്. വിശ്വാസം എന്നതിന് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നൊക്കെ എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി നമ്മൾ കാണുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ സന്ദേശം തന്നെ അതാണ്. മർക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിൻ്റെ ആഘോഷമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വിശ്വാസം ആഘോഷമാക്കിയ 2 വ്യക്തികളെയാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന് യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, രണ്ടാമത്തത് ഒരു സ്ത്രീയാണ്. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. യായിറോസ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ യാത്രാമധ്യത്തിൽ യായിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് യേശുവിനോട് തൻ്റെ മകൾക്ക് സുഖമില്ല, അതുകൊണ്ട് വന്ന് സൗഖ്യമാക്കണം എന്ന് പറയുകയാണ്. ഇങ്ങനെ ചർച്ച നടത്തി നടന്നു പോകുന്ന വഴിയിൽ 12 വർഷക്കാലം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും അവൾ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുകയും അവൾക്ക് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് സംഭവങ്ങൾ. എന്നാൽ ഇങ്ങനെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ യായിറോസിൻ്റെ ഭവനത്തിൽ നാൾ വന്ന് പറയുകയാണ്, കുഞ്ഞ് മരിച്ചുപോയി, ആ കുഞ്ഞിന് 12 വയസ്സാണ്, കുഞ്ഞ് മരിച്ചുപോയി, അതുകൊണ്ട് യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറയുകയാണ്. പക്ഷേ യേശു, നമ്മൾ ആ പാഠഭാഗത്തിൽ വായിക്കുന്നു, യേശു നടന്ന് ആ യായിറോസിൻ്റെ ഭവനത്തിൽ ചെല്ലുകയും ആ കുഞ്ഞിനെ ജീവനോടെ തൻ്റെ മാതാപിതാക്കൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതാണ് സംഭവം. ഒന്ന്, മരിച്ച ഒരു കുഞ്ഞിനെ ജീവിപ്പിക്കുന്നു. 2, 12 വർഷക്കാലം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് സൗഖ്യം നൽകുന്നു എന്നതാണ്. ഈ 2 പാഠഭാഗങ്ങളും ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, യായിറോസ് സമൂഹത്തിലെ സമുന്നതനായ ഒരു വ്യക്തിയാണ്. പള്ളിപ്രമാണി എന്നാണ്. പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ പള്ളിക്കകത്ത് അത്രമാത്രം വോയിസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ അത്രമാത്രം ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നില്ല, ഒരു സാധാരണക്കാരിയായ സ്ത്രീ. യായിറോസിൻ്റെ പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ മരണം നാട്ടുകാരെല്ലാവരും അറിയുന്ന പ്രശ്നമാണ്. പക്ഷേ ഈ സ്ത്രീയുടെ പ്രശ്നം ആരോടും പറയാൻ പറ്റാത്ത രഹസ്യ സ്വഭാവമുള്ള ഒരു രോഗമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യായിറോസിൻ്റെ മകൾ 12 വർഷക്കാലം ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സ്ത്രീ 12 വർഷക്കാലം ജീവിതത്തിൻ്റെ ദുരിതമനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെ 2 പേർക്കും താങ്ങാനാകാത്ത വലിയ പ്രശ്നത്തിലായിരുന്ന ഇടത്താണ് 2 പേരുടെയും ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയും ഒരിടത്ത് ജീവനിൽ നിന്ന് ഉയർപ്പ് നൽകുകയും ഒരാൾക്ക് ഇങ്ങനെ ജീവിതം തിരിച്ചു നൽകുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഈ സ്ത്രീയുടെ പ്രശ്നം കുറേ കൂടെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് സ്ത്രീയുടെ പ്രശ്നം? ഈ സ്ത്രീ 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീയാണ്. വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 15-ാമത്തെ അധ്യായത്തിലാണ് ഈ രക്തസ്രാവമുള്ള
സ്ത്രീകൾ എന്തൊക്കെ നിയമങ്ങൾ സമൂഹത്തിൽ പാലിക്കണം എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് രക്തസ്രവമുണ്ടായാൽ അവൾ 7 ദിവസം ഇങ്ങനെ കുടുംബത്തിലെ മറ്റാരോടും ഇടപാടുകളില്ലാതെ വിശുദ്ധ വസ്ത്രം ധരിച്ച് അവൾ ഇരിക്കുകയോ കിടക്കുകയും ചെയ്യുന്ന ഇടങ്ങളൊക്കെ ശുദ്ധീകരിച്ച് 7 ദിവസം ഇങ്ങനെ ഭവനത്തിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് വീണ്ടും താഴേക്ക് പറയുന്നത് അങ്ങനെ ആ രക്തസ്രവം നിൽക്കാതെ, അതായത് നമ്മുടെ ഭാഷയിൽ ബ്ലീഡിങ് നിൽക്കാതെ, ഇങ്ങനെ പീരീഡായ സമയം നിൽക്കാതെ ഇങ്ങനെ നീണ്ടു പോകുകയാണെങ്കിൽ ആ സ്ത്രീ സാധാരണ രക്തസ്രവമുള്ള സമയത്ത് എത്രമാത്രം ശുദ്ധിയോടുകൂടെ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കണമോ, കുടുംബത്തിൽ നിന്ന് അകലം പാലിച്ചിരിക്കണമോ, അതേപോലെ തന്നെ ആ കാലഘട്ടം മുഴുവനും ഇരിക്കണമെന്നുള്ളതാണ്. ഈ സ്ത്രീയുടെ പ്രശ്നം നോക്കുക. അപ്പോൾ ഈ വരുന്ന പീരീഡ്സിൻ്റെ ഈ സമയം 7 ദിവസം ഇങ്ങനെ സമൂഹമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതിരിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ പ്രശ്നം എത്രമാത്രം വലുതാണെന്ന് നമുക്കൊരു പക്ഷേ ആലോചിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമാണ്. 12 വർഷമാണ് ഇവൾക്ക് രക്തസ്രവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ 12 വർഷം ഈ സ്ത്രീക്ക് കുടുംബാംഗങ്ങളുമായിട്ടോ മക്കളുമായിട്ടോ സമൂഹവുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ഇടപഴകലുകൾക്കും സാധ്യതകളില്ലാതെ, കുറേ കൂടെ പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടായി. ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല, ആരോടും ഇടപഴകാൻ കഴിയുന്നില്ല, അങ്ങനെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു. 2, അവരുടെ ആരോഗ്യം പാടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവരുടെ ആരോഗ്യം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവൾ കടന്നു വരാൻ കഴിയുന്നില്ല. ഇങ്ങനെ എല്ലാ തലത്തിലും ജീവിതത്തിൽ നിന്ന് ഒറ്റപ്പെട്ടും അകന്നും കഴിയുമ്പോൾ, അതുമാത്രമല്ല അവളുടെ സമ്പത്ത് മുഴുവനും അവളിങ്ങനെ തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്നും കൂടെയുണ്ട്. അപ്പോൾ എല്ലാ സമ്പത്തും അവൾ ചെലവഴിച്ചു. ഇങ്ങനെ ഏറെ വിഷമത്തോട് കഴിയുന്ന ഒരു സ്ത്രീയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു എന്നെ തൊടും, യേശു എന്നെ സൗഖ്യമാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അവൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. അവൾ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ? സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ ഈ വസ്ത്രത്തിന് തൊങ്ങൽ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ ദൈവം അരുളി ചെയ്ത് നൽകിയ ഒരു പ്രത്യേക വസ്ത്ര രീതിയാണ്. അവരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ നീല നൂലുകൾ പതിച്ച പ്രത്യേകമായ ഷോളുകൾ അവർ അണിയണം. അത് അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ജനതയാണ് എന്ന് പുറം ലോകത്തിന് കാണിക്കുന്ന ഒരു അടയാളമാണ്. യേശുക്രിസ്തു പിന്നീട് അതിനെ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ ഒക്കെ വീതി കൂട്ടുന്നു, പക്ഷേ നിങ്ങൾ ശരിക്കുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരല്ല എന്നൊക്കെയുള്ള ചിന്ത നമ്മളവിടെ വായിക്കുന്നു. പക്ഷേ ആർക്കും ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾ ഇങ്ങനെ കൂട്ടി ആർക്കും തന്നെ ഇവളുടെ രോഗത്തിന് ഒരു സൗഖ്യം നൽകാനായിട്ട് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. ഇവൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ വിശ്വാസത്തോടുകൂടെ തൊട്ടു, അവൾക്ക് സൗഖ്യമായി എന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ വായിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഒരു തലത്തിലേക്ക് നടന്നു നീങ്ങിയ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഈ സ്ത്രീയെ വായിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പാഠഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയിലല്ല നമുക്ക് രക്ഷ ലഭ്യമാകുന്നതും അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നതും. പിന്നെയോ ശക്തനായ ഒരു രക്ഷകൻ നമുക്കുണ്ടെന്നും ആ രക്ഷകനുള്ള വിശ്വാസമാണ് എന്നെ രക്ഷയ്ക്ക് മതിയാക്കുന്നതും അല്ലെങ്കിൽ മതിയായവനാക്കുന്നതും എന്നതായ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും, എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ വിശ്വാസം കൊണ്ട്, എൻ്റെ എന്തെങ്കിലും ചെയ്തികളുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ നന്മ അനുഭവിക്കുന്നതും രക്ഷ അനുഭവിക്കുന്നതും ഒക്കെ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും. നേരെ മറിച്ച് അങ്ങനെയല്ല. ശക്തനായ ഒരു രക്ഷകനുണ്ടെന്നും ആ രക്ഷകൻ ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഇങ്ങനെ ശാരീരികവും മാനസികവും ആത്മീകവുമായ എല്ലാ സൗഖ്യങ്ങളും നന്മകളും ലഭ്യമാകുന്നു എന്നതായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്നതാണ്. ആ ശക്തനായ ദൈവത്തിൽ ഇങ്ങനെ വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഇങ്ങനെ കൂട്ടായ്മയിൽ ഒരുപാട് ആളുകൾ തിക്കിത്തിരക്കി കടന്നുപോയി നമ്മൾ വായിക്കുന്നു. തിക്കിത്തിരക്കുന്നതിലല്ല, അതിനപ്പുറത്ത് ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട കാരണം. ആൾക്കൂട്ടങ്ങളിൽ പലപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിനൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന സംഭവങ്ങളൊക്കെ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ആൾക്കൂട്ടങ്ങൾ കൂടിയിടത്തുനിന്നൊക്കെ കർത്താവ് ഒഴിഞ്ഞുപോയി ഏകാന്തമായിട്ട് ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആൾക്കൂട്ട തിരക്കിലൂടെ നടക്കുന്നതിനപ്പുറം കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ് ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ കാരണം. പ്രിയമുള്ളവരെ, ഈ 2 പാഠങ്ങൾ നമ്മളിങ്ങനെ വായിച്ച് എടുക്കുമ്പോൾ വിശ്വാസം നമുക്ക് ആഘോഷമാകണം. എങ്ങനെയാണ് ആഘോഷമാക്കുക? ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയുക എന്നതാണ്. മറ്റൊന്ന്, കർത്താവാണ് എന്നെ
രക്ഷിക്കാനും എൻ്റെ ജീവിതത്തെ പരിപാലിക്കാനും ശക്തനായ രക്ഷകൻ എന്ന് തിരിച്ചറിയുക. ആ ശക്തനായ രക്ഷകനിൽ വ്യക്തിപരമായ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന, വിശ്വാസം ഉത്സവമാക്കുന്ന വ്യക്തികളായി ജീവിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ വഴി നടത്തി കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചിന്തനീയവും അനുഗ്രഹപൂർണവുമായ ഒരു വചനമാണ് നാം ഇപ്പോൾ കേട്ടത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പ്രവേശിക്കാം. ദേവസംഗീതം.
അടുത്ത സെഗ്മെന്റ് സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നാം എല്ലാവരും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതും ശീലിക്കേണ്ടതുമായ കാര്യങ്ങളാണ് സുബിൻസ് കൗൺസിലിംഗ് ടോക്കിലൂടെ നാം കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ടൈം മാനേജ്മെൻറ്റ്, സമയത്തെ ക്രമീകരിക്കേണ്ടത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഇന്ന് ഒരുപാട് പേരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരുപാട് സമയം മനുഷ്യർക്ക് നഷ്ടപ്പെടുത്തുന്ന സമയം കൊല്ലികളായിട്ട് സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല, അത് സാധ്യവുമല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ശീലം, തത്വം എന്ന് ഇന്നത്തെ കാലത്ത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട സമയം എത്രയാണ് എന്ന് തീരുമാനിക്കുക. ഞാൻ എക്സ്, ഇപ്പോൾ ട്വിറ്റർ പേര് മാറ്റി എക്സ് എന്നാക്കിയല്ലോ, അതുപോലെ തന്നെ ഇൻസ്റ്റ, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ യൂട്യൂബ്, ഒരുപാട് സോഷ്യൽ മീഡിയകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വാട്സാപ്പ് തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയകളുണ്ട്. അതിന് മൊത്തത്തിൽ, ഓരോന്നിനുമല്ല, മൊത്തത്തിൽ സമയം നമ്മൾ തീരുമാനിക്കും. സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര സമയം എന്ന് കൃത്യമായ സമയം, പഠനത്തിന് കൃത്യമായ സമയം സൂക്ഷിക്കണമെന്ന് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു പരിധിയൊന്നും വെച്ചിട്ടില്ല. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ സോഷ്യൽ മീഡിയ, ഉറക്കാൻ പോകുമ്പോൾ സോഷ്യൽ മീഡിയ, ബാത്റൂമിൽ പോയാലും സോഷ്യൽ മീഡിയ, പുറത്ത് വരുമ്പോൾ സോഷ്യൽ മീഡിയ, നമ്മൾ യാത്ര തുടങ്ങിയാൽ സോഷ്യൽ മീഡിയ, യാത്രയ്ക്ക് സോഷ്യൽ മീഡിയ, തിരിച്ച് എത്തുമ്പോൾ സോഷ്യൽ മീഡിയ, ജോലി സമയത്ത് സോഷ്യൽ മീഡിയ. അങ്ങനെ സോഷ്യൽ മീഡിയ ജീവിതത്തിൻ്റെ സെക്കൻഡ് സ്കിന്നായിട്ട് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കണമെന്ന് പറയാൻ സാധ്യമല്ല. ചെയ്യേണ്ട കാര്യം ഇതാണ്: എത്ര സമയം മുതൽ എത്ര സമയം വരെ ഒരു ദിവസം ഞാൻ ഉപയോഗിക്കും എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ ദിവസത്തെയും പ്ലാൻ ചെയ്യുക. സാധാരണയായിട്ട് മനുഷ്യർ ഒരു വർഷത്തെ പ്ലാൻ ചെയ്യും, ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, 5 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, 10 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ ദിവസവുമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻറ്റിന് ആവശ്യമാണ്. ഒരു ഡയറി എടുത്തിട്ട് നാളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത് എന്ന് നാളെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതാദ്യം ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിച്ച സമയം കിട്ടും. അപ്രധാനമായ കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കാതെ, അല്ലെങ്കിൽ അപ്രധാനമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് സമയം പാഴാക്കാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ കുറേ കൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട്, ടൈം കുറേ കൂടി നന്നായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് അതുവഴി സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണൽ ഡ്രെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ മഥിച്ചു കൊണ്ടിരിക്കും. വീണ്ടും അത് കയറി വന്ന് അയ്യോ കഷ്ടമായി പോയി, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വ്യാകുലപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സന്തോഷിക്കാറുണ്ട്. എന്തായിരുന്നാലും ശരി, ഇമോഷണലായിട്ട് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യാറുണ്ട്, നമ്മുടെ ശക്തിയെ ഇമോഷണലായിട്ട് ചോർത്തിക്കളയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് അകന്ന് നിൽക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെൻറ്റിന് ഒരുപാട് സഹായിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടരുത്. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മനുഷ്യർ കൂടുതൽ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് അന്തം വിട്ടുകൊണ്ട് നടക്കും, വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കും, വ്യാകുലപ്പെട്ടുകൊണ്ട് നടക്കും, സങ്കടപ്പെട്ടുകൊണ്ട് നടക്കും, കരഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെ നിങ്ങളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. ദൈവം തീരുമാനിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട്, നമ്മൾ സാധാരണ ഈ തമാശയ്ക്ക് പറയല്ലോ, ഓർത്താൽ ഒരു അന്തവുമില്ല, ഓർത്തില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന്. അങ്ങനെ പലപ്പോഴും ഓർത്തില്ലെങ്കിൽ ഒരു കുന്തവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അന്തമില്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, നെഗറ്റീവ് പീപ്പിളിനെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ചിലപ്പോൾ നമ്മൾ പറയും, അങ്ങനെയുള്ള ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് ഇരിക്കുക, അങ്ങനെയുള്ളവരെ എനിക്ക് ഒഴിവാക്കാൻ സാധിക്കും. ശരി, അങ്ങനെയാണ് എങ്കിൽ അവരുമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന അവസരങ്ങൾ, അവരുമായിട്ട് ഇടപെടുന്ന അവസരങ്ങൾ പരമാവധി കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ സമയത്തെ ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ അവരുകൊണ്ട് യുദ്ധം ചെയ്ത് അതിൻ്റെ വേദനയും സങ്കടത്തിലുമായിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവനും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം പാഴാക്കും, വെറുതെ പാഴാക്കും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്താനോ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, പഴയ തെറ്റുകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന, ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയും അല്ലേ, നമ്മുടെ തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തകൾ വീണ്ടും വ്യാകുലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും പേർത്ത് ഉള്ളിലേക്ക് തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. അതിൽ തന്നെ ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഗിൽറ്റി കോൺഷ്യസ്, അല്ലെങ്കിൽ പഴയ തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകളെ പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പുറമായിട്ട് മാറാൻ സാധിച്ചെങ്കിൽ കഴിവതും അതിനുവേണ്ടി പരിശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ സമയത്തെ
മെച്ചപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിനെ മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നോക്കാതെ സ്വന്തം കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ അടുത്തവൻ എന്ത് ചെയ്യുന്നു, അടുത്തവൾ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിതം അങ്ങനെയായിരിക്കും, അവർക്ക് നല്ല നന്മയുണ്ട്, അവർക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, അവർക്ക് ഇന്നത് കിട്ടി, അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ തലയിട്ടുകൊണ്ട് അല്ലെങ്കിൽ പോക്കിംഗ് ദ നോസ് എന്ന് പറയും, നമ്മൾ മൂക്ക് അതിനകത്ത് ഇട്ടുകൊണ്ടെന്ന് പറയാറുണ്ട്, ഇംഗ്ലീഷ് ചൊല്ല് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താതിരിക്കുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ടൈം മാനേജ്മെൻറ്റ് ശരിക്കും ചെയ്യണമെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മളെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് പഠിക്കുക. അതിനോടൊപ്പം ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ് നമ്മൾ തന്നെ ആയിരിക്കും. ദൈവം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഫോക്കസ് നമ്മൾ തന്നെ ആയിരിക്കണം. എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. നമ്മുടെ വിദ്യാഭ്യാസം അതായിരിക്കണം ഫോക്കസ്. അതിലോട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ മറ്റല്ല നമ്മുടെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചിതറിച്ച് കളയുന്ന കാര്യങ്ങളാണ്. ചിതറിച്ച് കളയുന്ന കാര്യങ്ങളിൽ നിന്നും ഒരുമുഖപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം മാനേജ് ചെയ്യാനായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട് നമ്മുടെ സമയത്തെ നല്ല ക്രിയാത്മകമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നാം എല്ലാവരും സുബിൻസ് കൗൺസിലിംഗ് ടോക്കിലൂടെ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരുന്ന സമയം എത്തിയിരിക്കുകയാണ്. അടുത്തതായി നിങ്ങൾക്കുള്ള സെഗ്മെൻ്റാണ് കുട്ടികളും ഞാനും. ഹലോ കൂട്ടുകാരെ. ഹായ്. എല്ലാവർക്കും സുഖാണല്ലോ? സുഖാണോ? കിട്ടു ചോദിക്കുന്ന കേട്ടോ, സുഖാണോ എന്ന്. അപ്പോൾ വീണ്ടും നമുക്ക് എനിക്കും കിട്ടുവിനും അപ്പോൾ നിങ്ങളെ കാണാൻ കഴിയുന്നതിലുള്ള സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ്. ഒരു ചെന്നായ. ചെന്നായ എന്ന് കണ്ടിട്ടുണ്ടോ കിട്ടു? കുറുക്കനാണോ എന്ന് ചോദിക്കുന്നത്. കുറുക്കൻ അല്ല, കുറുക്കനെ പോലെയാണ്. കുറുക്കനും ചെന്നായും രണ്ടും രണ്ടാണ് കേട്ടോ. എന്നാലും ചെന്നായും കുറുക്കനും ഒക്കെ കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങളാണ്. അവർ വളരെ ഉപദ്രവകാരികളാണ്. മറ്റ് മൃഗങ്ങളെയൊക്കെ പിടിച്ച് കൊന്ന് തിന്നുക ആണ് ഇവരുടെ ഭക്ഷണം. അവർക്കും ജീവിക്കേണ്ട എന്നാണ് ചോദിക്കുന്നത്. അതൊരു കാടിൻ്റെ ഒരു നിയമമാണ്, പ്രകൃതി നിയമമാണ് അല്ലേ? ശരി, സന്തോഷം. അപ്പോൾ ഒരു ചെന്നായയുടെ കഥയാണ്. ചെന്നായ വൈദ്യനായ കഥ. എന്താ? വൈദ്യൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ? ഡോക്ടറായ കഥ. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ കിട്ടുന്ന മനസ്സിലായി. ചെന്നായ ഡോക്ടറായ ഒരു കഥ. ഒരിക്കൽ ഒരു ചെന്നായ നല്ല വിശന്ന് വലഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അയ്യോ പാവമൊന്ന്. വിശന്ന പാവമാണ്. ചോറ് വേണമെന്ന്. കിട്ടുവിന് വിശന്നാൽ ചോറ് വേണം. പക്ഷേ ചെന്നായിക്ക് ചോറ് കഴിക്കാനൊന്നും പറ്റത്തില്ല, കാട്ടിലല്ലേ. അപ്പോൾ അവിടെ ആരും ചോറുണ്ടാക്കി കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും മൃഗത്തെ പിടിച്ചങ്ങ് കഴിക്കും. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെയൊക്കെ വിശപ്പടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വിശന്ന് വലഞ്ഞ ഒരു ചെന്നായ നോക്കുമ്പോൾ കുറേ കുതിര കൂട്ടം, കുറേ കുതിരക്കൂട്ടം നിന്ന് ഇങ്ങനെ പുല്ല് മേയുന്നു. നല്ല ഓടുന്നതാണ് കുതിര. അപ്പോൾ കിട്ടുന്ന അതൊക്കെ അറിയാമല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? മത്സരത്തിന് കണ്ടിട്ടുണ്ട്. കിട്ടു കുതിര മത്സരത്തിനൊക്കെ പോകും. ഊട്ടിയിലാണ് നടക്കുന്നത്. ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുതിരക്കൂട്ടം ഇങ്ങനെ നിന്ന് പുല്ല് മേയുന്നു. അപ്പോൾ നമ്മുടെ ചെന്നായിക്ക് ഒരു ആഗ്രഹം, ഒരു കുതിരയെങ്കിലും ഒന്ന് വകവരുത്തി അതിനെ ഭക്ഷിച്ചാൽ എന്താ? അപ്പോൾ ചെന്നായ പക്ഷേ എങ്ങനെ ചെന്ന് പിടിക്കും? വലിയ കൂട്ടം നിൽക്കുകയാണ് കുതിരകൾ അല്ലേ. അപ്പോൾ കുതിര എന്ത് ചെയ്യും? ഒരാളെ പിടിക്കാൻ പോയാൽ ചവിട്ടും. അപ്പോൾ അത് ചെന്നായിക്ക് അറിയാം. അപ്പോൾ എന്തെങ്കിലും ഒരു സൂത്രം ഉപയോഗിച്ചേ പറ്റുള്ളൂ. ചെന്നായ എന്ത് ചെയ്യുന്നറിയാമോ? ചെന്നായ കുതിരക്കൂട്ടത്തിൻ്റെ അടുക്കേക്ക് പതുക്കെ നടന്നു പോയി. എന്നിട്ട് കുതിരയോട് പറഞ്ഞു, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു വൈദ്യനാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു ചെന്നായ വൈദ്യനാണ്, ആരും പേടിക്കരുത്, ഞാൻ അങ്ങനെ ആരെയും ഉപദ്രവിക്കുകയൊന്നുമില്ല എന്ന് ഈ ചെന്നായ ആരോട് പറഞ്ഞു? കുതിരയോട് പറഞ്ഞു. അപ്പോഴാണ് കുതിര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്? അപ്പോൾ ചെന്നായ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾക്ക് ഒരു കാലിലൊരു പ്രശ്നമുണ്ട് കേട്ടോ, അത് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കി തരാം, അയാൾ മാത്രം എൻ്റെ അടുത്തോട്ടൊന്ന് വരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരകൾ ചോദിച്ചു, അതാർക്കാ? അതൊരു കുട്ടിക്കുതിര.
കിട്ടുമെന്നറിയാമോ? അതൊരു കുട്ടിക്കുതിരയാണ് കേട്ടോ. ഒരു കുട്ടിക്കുതിരയാണ്. എങ്ങനെയെങ്കിലും അതിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ കൗശലക്കാരനായ ഈ ചെന്നായിക്ക്. അപ്പോൾ ഈ കൂട്ടത്തിലൊരു വലിയ കുതിരയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കുതിര പറഞ്ഞു, ആ കുട്ടിക്കുതിരയെ ചികിത്സിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ചികിത്സിക്കാമോ? എൻ്റെ കാലിന് ഭയങ്കര ഒരു വേദന കേട്ടോ. അപ്പോൾ ചെന്നായ നോക്കിയപ്പോൾ നല്ല വലിയൊരു കുതിരയാണ്. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും വകവരുത്തിയാൽ കുറേ നാളത്തേക്ക് കുശാലായി. അപ്പോൾ പറഞ്ഞു, നോക്കാമല്ലോ, നിങ്ങൾ മാത്രം ഇങ്ങോട്ട് വരുമോ, ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് പോട്ടെ. അങ്ങനെ വലിയ കുതിര അടുത്തേക്ക് വന്നു. കാലൊന്ന് നോക്കട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കാലിൻ്റെ അരികിലേക്ക് പോയിട്ട് ഈ കുതിര കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ചാടി പിടിക്കാനായിട്ട് ശ്രമിച്ചു. കുതിര എന്ത് ചെയ്യുന്നറിയാമോ? കുതിരയ്ക്ക് അറിയാമായിരുന്നു അവൻ്റെ ഈ സൂത്രമൊക്കെ. കുതിര എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ വലിയ കാലുകൊണ്ട് ഒരൊറ്റ തൊഴി വെച്ച് കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ തൊഴിയും കൊണ്ട് നമ്മുടെ ചെന്നായ 4 മലക്കം മറിഞ്ഞങ്ങ് ദൂരെ പോയി വീണു. അപ്പോൾ ചെന്നായ അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് രക്ഷപ്പെട്ടു. അപ്പോൾ കൂട്ടത്തിലെ മറ്റു കുതിരകളെല്ലാം ഓടി വന്നു. അവർക്ക് കാര്യം മനസ്സിലായി. അവർ ഈ വലിയ കുതിരയോട് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെന്നായ ഈ കൂട്ടത്തിലെ കൂട്ടുകാരെ എല്ലാം ഇങ്ങനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ബുദ്ധിയോടുകൂടെ വലിയൊരു കുതിര ആ ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചതുകൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? നമ്മളെപ്പോഴും ബുദ്ധിയുള്ള മക്കളായിരിക്കണം. പലവിധമായ ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മുടെ അരികിലേക്ക് വരും. നമ്മളാരും എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. നമ്മൾ പരസ്പരം കൈകോർത്ത് നിന്ന് നമ്മളതിനെല്ലാം അതിജീവിക്കാനായിട്ട് കഴിയണം. സന്തോഷവും സമാധാനവും ഒക്കെ പകർന്നു കൊടുക്കാൻ കഴിയണം. നല്ല മക്കളായിട്ട് വളരണം അല്ലേ? നല്ല ഉത്സാഹമുള്ള മക്കളായിട്ട് വളരണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുള്ള അനുഗ്രഹമുള്ള മക്കളായി വളരാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. കിട്ടു പറഞ്ഞു ബൈ ബൈ. സ്വർഗസുധ പ്രോഗ്രാമിൻ്റെ അവസാനത്തെ സെഗ്മെൻറ്റ് ദൈവസന്നിധി. നമുക്കേവർക്കും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധന നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മഴക്കെടുതികളാൽ ഭാരപ്പെടുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ രോഗാവസ്ഥയിലും കർത്താവെ മറ്റ് ക്യാമ്പുകളിലൊക്കെയും കഴിയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവർ പരസ്പരം കാണുവാൻ കഴിയാതെ വിവിധ തരത്തിൽ കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സൗഖ്യവും ബലവും അവിടെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാമ്പിൽ കഴിയുന്നവരെ കർത്താവെ, അവർക്ക് ആവശ്യമായ ആഹാരങ്ങളെ കർത്താവെ ഒക്കെയും നീ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവരനുഭവിപ്പാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല ദേശങ്ങളിലായി പല ഭവനങ്ങളായി കർത്താവെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കുകയും ദൈവകൃപയുടെ മറവിൽ അവരെ മറയ്ക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിയുടെ പോക്കിലും വരവിലും അവരെ ഊണിലും ഉറക്കത്തിലൊക്കെയും അങ്ങയുടെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശു വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.